IPL-ൽ കന്നി സ്വന്തമാക്കിയിരിക്കുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കായിക ലോകത്ത് നിന്ന് കാത്തിരുന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. കന്നി സ്വന്തമാക്കിയിരിക്കുന്നു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അനിൽ വാസുദേവ് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, ആവേശകരമായ മത്സരം, അതിൽ കന്നിക്കിരീടം ആര് ജയിച്ചാലും കന്നിക്കിരീടമായിരുന്നു, അത് RCB സ്വന്തമാക്കുന്നു. വിവരങ്ങൾ, മത്സരത്തെ എങ്ങനെ വിലയിരുത്താം അനിൽ വാസുദേവ്? തീർച്ചയായും RCBയുടെ കിരീടം ഈ സാല കപ്പ് നംദേ എന്നുള്ള ആ പരിഹാസ ട്രോളുകൾക്കൊക്കെ തന്നെ ഇനി വിട നൽകാം. ഈ സാല കപ്പ് നമുതു എന്ന് ഇനി RCB ആരാധകർ, ബംഗളൂരു ആരാധകർ ഉറക്കെ വിളിക്കും. 18 വർഷ നീണ്ട കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. കിങ് കോഹ്ലിയുടെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു. ആദ്യ സീസൺ മുതൽ ഉള്ളവരെങ്കിലും ചെന്നൈയുടെയും മുംബൈയും ഒക്കെ തന്നെ തുടരെ കിരീടം നേടുമ്പോഴും 5 കിരീടങ്ങളിൽ വരെ എത്തിയെങ്കിൽ പോലും വിരാട് കോഹ്ലിയുടെ ടീമിന് കപ്പില്ല എന്നുള്ളത് വലിയ നിരാശയായിരുന്നു പല ക്രിക്കറ്റ് ആരാധകർക്കും. അതിൻ്റെ പേരിൽ ബംഗളൂരു പരിഹസിക്കപ്പെട്ടതുപോലെ പരിഹസിക്കപ്പെട്ട ആളുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വലിയൊരു സ്വപ്നമാണ്, വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് ഒടുവിൽ ഇപ്പോൾ RCB നേടിയെടുത്തിരിക്കുന്നത്. അവരുടെ കന്നി കിരീടം 6 റൺസിൻ്റെ തകർപ്പൻ ജയത്തോടുകൂടി. ഒരുപക്ഷെ പഞ്ചാബിനെ പോലൊരു ടീമിന് മുന്നിൽ 191 റൺസ് എന്ന വിജയലക്ഷ്യം ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ചെറുതെന്ന് തോന്നി. കാരണം കഴിഞ്ഞ മത്സരത്തിൽ 200 റൺസ് ചേസ് ചെയ്ത് മുംബൈക്കെതിരെ ജയിച്ച പഞ്ചാബിനെ ഈ സ്കോർ മതിയോ എന്ന് കരുതി. പക്ഷേ പഞ്ചാബിന് മുന്നിൽ വലിയ കൃത്യമായ രീതിയിൽ കളിച്ച് അങ്ങനെ RCB കിരീടം നേടുന്ന കാഴ്ചയാണ് കണ്ടത്. അവർക്ക് അതിനെ സഹായിച്ചത് അവരുടെ ബൗളർമാരുടെ മികച്ച പ്രകടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാ കാലത്തും ബംഗളൂരുവിനെ ചതിച്ചിട്ടുള്ളത് അവരുടെ ബൗളർമാരാണ്. ചെണ്ടകൾ എന്ന ചീത്തപ്പേര് എന്നും പേറുന്നവരാണ്. പക്ഷേ ഈ സീസണിൽ അതായിരുന്നില്ല കാര്യം. ജോഷ് ഹേസൽവുഡ് എന്ന ഓസ്ട്രേലിയൻ പേസറുടെ മികവ്, ഒപ്പം തന്നെ കട്ടയ്ക്ക് കൂടെ നിന്ന യാഷ് ദയാലും ഭുവനേശ്വർ കുമാറും ഒക്കെ തന്നെ ഈ ഒരു ബൗളിംഗ് നിരയുടെ തകർപ്പൻ പ്രകടനം, ഫൈനലിൽ കൃണാൽ പാണ്ഡ്യയുടെ തകർപ്പൻ ബൗളിംഗ് പ്രകടനം, ഇതൊക്കെ തന്നെ അങ്ങനെ ബംഗളൂരുവിന് കന്നിക്കിരീടം നൽകിയിരിക്കുന്നു. 4ാം അവസരത്തിലാണ് ബംഗളൂരുവിൻ്റെ കിരീട നേട്ടം. കഴിഞ്ഞ 3 തവണയും 2009-ലും 2011-ലും 2016-ലും കയ്യെത്തും ദൂരം നഷ്ടമായ കിരീടം അങ്ങനെ ആദ്യമായി ബംഗളൂരു നേടിയെടുത്തിരിക്കുന്നു. അവരുടെ കന്നിക്കിരീടം നേടിയിരിക്കുന്നു. കന്നിക്കിരീടം എന്ന ലക്ഷ്യത്തോടെത്തിയ പഞ്ചാബിന് പക്ഷേ നിരാശയാണ്. അവസാനം വരെ ശശാങ്ക് സിംഗ് പോരാടിയെങ്കിലും, അർദ്ധ സെഞ്ചുറിയോടെ പോരാടിയെങ്കിലും ലക്ഷ്യത്തിന് 6 റൺസ് അകലെ അങ്ങനെ വീണു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ബംഗളൂരുവിലെ ബൗളർമാരുടെ വിജയം എന്ന് തന്നെ ഈ പ്രകടനത്തെ വിശേഷിപ്പിക്കേണ്ടിയിരുന്നു. കാരണം പഞ്ചാബിന്റെ പവർ ഹിറ്റർമാരെ ഒരു തരത്തിലും കടന്നാക്രമിക്കാൻ വിട്ടില്ല എന്ന് മാത്രമല്ല, പിടിച്ചു കെട്ടുക തന്നെ ചെയ്തു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് അങ്ങനെ RCBയുടെ എല്ലാ കാലത്തും വീക്ക്നെസ് ആയിരുന്ന കാര്യമാണ് ഇത്തവണ അവർക്ക് കിരീടം നേടിക്കൊടുത്തതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പ്രത്യേകിച്ച് ബാറ്റർമാർ, അതാണ് എല്ലാ കാലത്തും. അവർക്ക് ABD വില്ലേഴ്സ് ഉണ്ടായിരുന്നു, ക്രിസ് ഗെയിൽ ഉണ്ടായിരുന്നു, വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. പക്ഷേ എന്നും അവർക്ക് തിരിച്ചടി നേരിട്ടിരുന്നത് ബൗളർമാരുടെ കാര്യത്തിലാണ്. പക്ഷേ ഇത്തവണ അവരുടെ സ്കൗട്ടിങ്ങിലും ഇല്ലെങ്കിൽ ഓപ്ഷൻ സമയത്തുമൊക്കെ തന്നെ കൃത്യമായ ആളുകളെ വിളിച്ചെടുക്കുകയും അതിൻ്റെ റിസൾട്ട് അതാണ് ഈ കാണുന്നത്. കന്നിക്കിരീടം. ജോഷ് ഹേസൽവുഡ് ഒരു പക്ഷേ പരിക്ക് നിരന്തരം വേട്ടയാടിയിരുന്ന ഒരു താരത്തെ വീണ്ടും തിരിച്ചു വിളിച്ചപ്പോൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്തുകൊണ്ട് മിച്ചൽ സ്റ്റാർക്കിനെ എടുത്തില്ല, ശ്രമിച്ചില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ആ ഒരു തീരുമാനം ശരിവെക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ യാഷ് ദയാൽ എന്ന യുവതാരത്തെ നിലനിർത്താനുള്ള തീരുമാനം, പ്രത്യേകിച്ച് മുഹമ്മദ് സിറാജിനെയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഭുവനേശ്വർ കുമാറിനെ തിരിച്ചു വിളിക്കാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്തവർക്കൊക്കെ തന്നെ ഇപ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിനൊക്കെ തന്നെ RCB മറുപടി കൊടുത്തിരിക്കുന്നു. 18 വർഷം നീണ്ട നിരാശ, സങ്കടങ്ങൾ എല്ലാം ഒലിച്ചു പോകുന്ന കാഴ്ച കാണുന്നു. അഹമ്മദാബാദിലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അതിനേക്കാൾ ഉയരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുന്നു. വിരാട് കോഹ്ലി, ആ മനുഷ്യനെ എങ്ങനെ ഈ ഘട്ടത്തിൽ നമുക്ക് മറക്കാൻ സാധിക്കും? കഴിഞ്ഞ 18 കൊല്ലവും തൻ്റെ കൂട്ടുകാരായിട്ടുള്ള രോഹിത് ശർമ്മയോ MS ധോണിയോ അല്ലെങ്കിൽ മറ്റു പല താരങ്ങളും കിരീടം നേടുമ്പോഴും കിങ് കോഹ്ലിക്ക് തൻ്റെ ഷെൽഫിൽ ബാക്കിയുള്ളത് അല്ലെങ്കിൽ കിരീടത്തിൽ ഒരേ ഒരു കുറവായി ഉണ്ടായിരുന്നത് ഈ ഒരു IPL കിരീടത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു മെഡലിൻ്റെ കുറവ് മാത്രമാണ്, ആ കിരീടത്തിൻ്റെ മാത്രം കുറവാണ്. പക്ഷേ 18ാം സീസണിൽ ഒരുപക്ഷെ അതൊരു രസകരമായ കൗതുകകരമായ ഒരു വസ്തുതയാണ്. വിരാട് കോഹ്ലിയുടെ നമ്പർ 18 അങ്ങനെ ആ 18ാം സീസണിൽ RCB കിരീടം നേടിയിരിക്കുന്നു. ഈ IPLന്റെ തുടക്കം മുതൽ അങ്ങനെ ഒരു പ്രവചനത്തിലേക്കൊക്കെ തന്നെ പലരും പോയിരുന്നു. ഈ വർഷം കിങ്ങിന്റെ 18ാം വർഷത്തിൽ ഇത്തവണ RCB കിരീടം നേടുമെന്നുള്ളത്. ഒടുവിൽ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ തന്നെയാണ് RCB ഇത്തവണ ഫൈനലിലേക്ക് മുന്നേറിയും അവിടെയും ഏറ്റവും മികച്ച പ്രകടനത്തോടുകൂടി കിരീടം നേടിയെടുക്കുന്നു. ഒരു 190 എന്ന സ്കോർ സമീപകാലത്തൊന്നും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വിജയ സ്കോർ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ 190 എന്നത് പിടിച്ചു കെട്ടി, അതും ഏറ്റവും വെടിക്കെട്ട് ബാറ്റിംഗ് നിര, ഈ സീസണിൽ തന്നെ ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്ത പ്രിയാൻഷ് പ്രഭ്സിമ്രനും ശ്രേയസ് അയ്യരും അടക്കമുള്ളവരെയൊക്കെ തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടാണ് ഈ ഒരു വലിയ പ്രകടനം അതിലൂടെ കിരീടം നേടുന്നത്. ശ്രേയസ് അയ്യർ കഴിഞ്ഞ മത്സരത്തിൽ ഒറ്റയാൾ പ്രകടനത്തിലൂടെ മുംബൈയെ തറപറ്റിച്ച ശ്രേയസ് അയ്യരെ ഇത്തവണ അനങ്ങാൻ പോലും വിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം.
വെറും 1 റൺസിനാണ് ശ്രേയസ് ഇന്ന് പുറത്തായത്. ഒപ്പം തന്നെ മറ്റ് പലർക്കും അവർക്ക് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച നെഹാൽ വധേരെ അടക്കമുള്ളവരെയും അനങ്ങാൻ വിടാതെയാണ് ഇത്തവണ പിടിച്ചു കെട്ടിയത്. ശശാങ്ക് സിംഗ് അവസാന നിമിഷം അർദ്ധ സെഞ്ചുറിയോടുകൂടി പോരാടിയെങ്കിൽ പോലും അത് ജയത്തിലേക്ക് നയിക്കാനായില്ല. ശശാങ്ക് സിംഗ് 61 റണ്ണാണ് എടുത്തത്. 2 ഓവറിലൊക്കെ തന്നെ 30-ന് മുകളിൽ സ്കോർ വന്നപ്പോൾ തന്നെ RCB ആരാധകർക്ക് അത് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. ഒടുവിൽ അത് അവർ അങ്ങനെ നേടിയെടുക്കുന്ന കാഴ്ചയും കണ്ടു. അവരുടെ കിരീടം, ഈ കിരീടത്തിന് വേണ്ടിയാണ് ഇത്ര കാലം അത്രയും RCB ആരാധകർ കാത്തിരുന്നത്. ഇതിന്റെ പേരിൽ കേൾക്കാത്ത പഴികളോ ട്രോളുകളോ ഒന്നുമില്ല. നമ്മളടക്കമുള്ള എല്ലാവരും ഈ സാല കപ്പ് നമ്തേ എന്നുള്ള പരിഹാസത്തെ ട്രോളിനെ സമീപിച്ചായിരുന്നു എല്ലാ കൊല്ലവും RCBയെ നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതിനത് മാറ്റി മറിക്കാം. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിന് മുൻവശത്തെയുള്ളൊക്കെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെയും പല മേഖലകളിലെയുമുള്ള വിജയാഹ്ലാദങ്ങൾ, ആരാധകരുടെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് RCB ആരാധകർ കാത്തിരുന്നത്. ഒരുപക്ഷെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് 2022 ലിയോണൽ മെസ്സിയുടെ കിരീടധാരണം എങ്ങനെയായിരുന്നു ഖത്തറിൽ, അതിന് തുല്യമാണ് കിങ് കോഹ്ലിയുടെ അഹമ്മദാബാദിലെ ഈ കിരീടധാരണം.